എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഗോപിക, സൈക്കോളജി കൗൺസിലർ. സോഷ്യൽ മീഡിയയും നമ്മുടെ മൈൻഡിൻ്റെ സ്റ്റെബിലിറ്റിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് നമ്മളിന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിലും നമ്മുടെ ബിസിനസ് മേഖലയിലാണെങ്കിലും ഡേ ടു ഡേ ലൈഫിലാണെങ്കിലും നമുക്ക് സോഷ്യൽ മീഡിയ വളരെയധികം ഉപകാരപ്രദമാണ്. അത് ഉപയോഗിക്കേണ്ട രീതിയിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് അവസരങ്ങൾ തരുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ആക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് സോഷ്യൽ മീഡിയ കാരണം. പക്ഷേ അത് ശരിയായ രീതിയിൽ നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നമ്മുടെ മാനസികാവസ്ഥയെ, നമ്മുടെ ലൈഫിനെ, നമ്മുടെ റിലേഷനെ ഒക്കെ അത് വളരെയധികം മോശമായ രീതിയിൽ അഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തൊക്കെയാണ് ഒരു സോഷ്യൽ മീഡിയ കണ്ടിന്യൂസ്ലി നമുക്കറിയാം. ഒരു ദിവസം രാവിലെ എഴുന്നേൽക്കുമ്പോൾ പലർക്കും കിടക്കുമ്പോൾ നമ്മുടെ കയ്യിൽ, നമ്മുടെ അടുത്ത് മൊബൈൽ ഇല്ലെങ്കിൽ നമ്മളെന്തോ ഒരു ലോൺലെസ് ആണ് അവർക്ക് ഫീൽ ചെയ്യുക. എന്തോ ഒരു വലിയ ഒരു കൂട്ട് നമ്മൾക്ക് നഷ്ടപ്പെട്ട പോലെയാണ് ഉണ്ടാവുക. ഞാൻ ഇത് പറയുന്നത് കേൾക്കുന്ന നിങ്ങളിൽ എത്ര പേർക്ക് ഒരു ദിവസം മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതെ ഇരിക്കാൻ പറ്റും? അത് ജോലിയുടെ ആവശ്യങ്ങൾക്ക് ഒരു പക്ഷേ ആളുകൾക്ക് അത് യൂസ് ചെയ്യാതിരിക്കാൻ പറ്റില്ലായിരിക്കാം. എന്നാലും ഒരു ഹോളിഡേ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. ഒരു ഹോളിഡേ നമുക്ക് എങ്ങനെ ഒരു ദിവസം, അല്ലെങ്കിൽ വേണ്ട ഒരു 4 hours എങ്കിലും മൊബൈൽ ഫോൺ യൂസ് ചെയ്യാതെ എത്ര പേർക്ക് ഇരിക്കാൻ പറ്റും? നിങ്ങളൊരു ദിവസം അങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. അപ്പോഴാണ് നമ്മൾ അതിൽ അഡിക്റ്റ് ആണോ അല്ലയോ എന്ന് നമ്മൾ തിരിച്ചറിയാം. നമുക്ക് ആകെക്കൂടെ ഒരു വൈബ്രേഷൻ ഫീൽ ചെയ്യും, ആകെക്കൂടെ ഒരു ഇറിറ്റേഷൻ, ദേഷ്യം, എന്തോ എന്തെന്നാ പറയുക, എവിടെയും ഒരു ഇരിക്കപ്പുറതി ഇല്ലായ്മ തോന്നും. സോ യു വാണ്ട് ടു ഷുവർ യു ആർ അഡിക്റ്റഡ് ടു മൊബൈൽ എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. എന്തൊക്കെ കുഴപ്പങ്ങളാണ് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ശരിയായ രീതിയിൽ യൂസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് വരിക? അതിൽ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ മൈൻഡിന് തന്നെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നമ്മളിങ്ങനെ പോവും. പിന്നെ ആ സ്ക്രോളിന് ഒരു അറ്റമില്ലാതെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ പോവും. അപ്പോൾ അതിൽ കാണുന്ന ചില കമൻസുകൾ നമ്മൾ ഈ സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ സന്തോഷമുള്ള കാര്യമാണെങ്കിൽ നമുക്ക് ഡോപ്പമൈൻ ഇങ്ങനെ ഹിറ്റായി കൊണ്ടേയിരിക്കും. പക്ഷേ അതൊരു അല്പനേരത്തേക്ക് മാത്രമാണ് നമുക്കത് ഫീൽ ചെയ്യുള്ളൂ. വീണ്ടും നമുക്ക് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൺഫ്യൂഷനാണ് ഉണ്ടാവുന്നത്. അപ്പോൾ ഇത്തരം ഒക്കെ സന്ദർഭം നമ്മൾ അറിയാതെ തന്നെ നമ്മളിലൊക്കെ ഉണ്ടാകുന്നുണ്ട്. നമ്മൾ ഒരു ദിവസം നമ്മൾ മൊബൈൽ ഇല്ലാതായാൽ, അല്ലെങ്കിൽ നമ്മൾ കിടക്കുമ്പോഴും, അല്ലെങ്കിൽ ഉറങ്ങുന്നതിന് തൊട്ട് മുമ്പും, അല്ലെങ്കിൽ ഉണർന്നു കഴിഞ്ഞാലും നമ്മൾ ആദ്യം കയ്യിലെടുക്കുന്നത് മൊബൈൽ ഫോണായ ഒരുപാട് ആളുകൾ നമുക്കിടയിൽ തന്നെ ഉണ്ടായിരിക്കും. കിടക്കുന്നതിന് 2 മണിക്കൂർ മുമ്പെങ്കിലും മൊബൈൽ ഉപയോഗം നിർത്തണം എന്നാണ് ശാസ്ത്രീയമായി പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ രാവിലെ ആദ്യം നോക്കേണ്ടത് മൊബൈലല്ല, നമ്മൾ പ്രകൃതിയിലേക്കാണ് പോകേണ്ടത്. അവിടെയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണേണ്ടത്. ഒരുപാട് ഇപ്പോൾ ഒരു മൊബൈലിൽ, അല്ലെങ്കിൽ നമുക്കൊരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും. പക്ഷെ ആ ഫ്രണ്ട്സിനെയൊക്കെ നമുക്കറിയാമോ? ഒരിക്കലും അവരുമായിട്ടുള്ള ഒരു റിലേഷൻ എന്ന് പറയുന്നത് ഈ മീഡിയ വഴിയുള്ള റിലേഷൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ നോർമലുള്ള ബന്ധങ്ങൾ അവിടെ തകരുകയാണ്. നമ്മൾ ഫേസ് ടു ഫേസ് കണ്ടിട്ടുള്ള, അല്ലെങ്കിൽ ഒരു സന്ദർശനത്തിലൂടെ പുതുക്കേണ്ട പല ബന്ധങ്ങളും അവിടെ പോവുകയാണ്. സോഷ്യൽ മീഡിയയിൽ എനിക്ക് 1000 വ്യൂസ് ഉണ്ട്, 1,000,000 വ്യൂസ് ഉണ്ട് എന്നൊക്കെ പറയാമെങ്കിലും, അല്ലെങ്കിൽ അത്രയും ഫ്രണ്ട്സ് ഉണ്ട് എന്നൊക്കെ പറയാമെങ്കിലും, ഈ ഫ്രണ്ട്സൊക്കെ നമുക്കൊരു ആവശ്യം വരുമ്പോൾ വരുന്നത് നമുക്ക് ചുറ്റുവട്ടത്തും നമ്മുടെ റിലേഷനും പറ്റിയ ആളുകളാണ്. അപ്പോൾ ആ ബന്ധങ്ങളൊക്കെ അവിടെയോ പുതുക്കേണ്ട ബന്ധങ്ങളൊക്കെ അവിടെ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇങ്ങനെ അമിതമായിട്ട് മൊബൈലിൽ തന്നെ ഉപയോഗിച്ച് മൊബൈലിൽ തന്നെ ആയിരിക്കും മൊബൈലിനനുസരിച്ച് നമ്മൾ ജീവിക്കുക എന്നാണ്. നമുക്കനുസരിച്ച് മൊബൈലല്ല, മൊബൈലിൽ പറയുന്നതിനനുസരിച്ച് നമ്മുടെ ലൈഫ് സെറ്റ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് വളരെയധികം ദോഷം ചെയ്യും. ഭക്ഷണമായിക്കോട്ടെ, അല്ലെങ്കിൽ ബാക്കിയുള്ള വേഷങ്ങളായിക്കോട്ടെ, അതിൽ പറയുന്നത് പോലെ ഞാനും വേണം, അതുപോലെയുള്ളതൊക്കെ തന്നെയാണ് ലൈഫ് എന്ന് കരുതി ജീവിച്ചു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവരുടെ ഫോക്കസ് നുള്ള കപ്പാസിറ്റി കുറയുന്നു, അവരുടെ മെമ്മറി പവർ കുറയുന്നു. ഉറക്കം കുറയുമ്പോൾ അത് അവരുടെ ശാരീരിക മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. മൊബൈൽ ദോഷമാണെന്നല്ല ഞാൻ പറയുന്നത്, അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയാസ് എല്ലാം ശരിയല്ല, തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നത്. സോഷ്യൽ മീഡിയയുടെ അതിപ്രസരണം ഒരിക്കലും നമ്മുടെ ലൈഫിൽ നമുക്കുണ്ടാവരുത്. സോഷ്യൽ മീഡിയയിൽ പറയുന്ന കാര്യങ്ങൾ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത് നമുക്ക് ഫോളോ ചെയ്യുക.
അതിൽ ഇപ്പോൾ അതിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്തു, പക്ഷേ അതിൽ പറഞ്ഞ മാറ്റങ്ങളൊന്നും എനിക്ക് വന്നില്ല എന്ന് കരുതി നമ്മൾ നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അതിൽ കാണുന്നത് എല്ലാം ശരിയാണെന്ന് നമ്മൾ ധരിക്കാനും പാടില്ല. അതിലെ പോസിറ്റീവുകളും നെഗറ്റീവുകളും നമ്മൾ എടുക്കുക. ഏത് ഉപകരണം, ഡിജിറ്റൽ ഉപകരണമാണെങ്കിലും അത് ഉപയോഗത്തിൽ നിയന്ത്രണം കൊണ്ടുവരിക. നമ്മൾ നിയന്ത്രിച്ച് കണ്ടാൽ മാത്രമേ നമുക്കത് മറ്റുള്ളവരോട് നിയന്ത്രിക്കണമെന്ന്, നമ്മുടെ മക്കളായിക്കോട്ടെ ബാക്കിയുള്ളവരായിക്കോട്ടെ, നമുക്കത് നിയന്ത്രിക്കണമെന്ന് പറയാനുള്ള അവകാശം നമ്മളാണ് അത് ഉണ്ടാക്കി കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ അങ്ങനെ കാണിച്ചു കൊടുക്കേണ്ടത്. ഒരു ദിവസമെങ്കിലും കുറച്ച് മണിക്കൂർ നമ്മുടെ മൊബൈൽ ഫോണുകളോ ബാക്കിയുള്ള ഗാഡ്ജറ്റുകളോ മാറ്റി വെച്ചുകൊണ്ട് എല്ലാ ദിവസവും കുറച്ച് നേരം നമ്മുടെ ഫാമിലിയോടൊപ്പം ഇരുന്ന് സംസാരിക്കാനും നമ്മുടെ ബന്ധങ്ങളെ കീപ്പ് ചെയ്യാനും അവരെ വിസിറ്റ് ചെയ്യാനും ഒക്കെയുള്ള, അല്ലെങ്കിൽ പുറംലോകവുമായി ഒരു ബന്ധം സ്ഥാപിക്കാൻ, പ്രകൃതിയുമായി കുട്ടികൾ കളിക്കാനൊക്കെയുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. ഇതെല്ലാം ആവുമ്പോൾ നമ്മുടെ ഈ ഡിജിറ്റൽ ഗാഡ്ജറ്റിന് ഇത്ര സമയം, നമ്മൾ പഠനത്തിന് ഇത്ര സമയം, ഫാമിലിയുമായിട്ട് കുറച്ചു നേരം ഇരിക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാരോടൊത്ത് ഇരിക്കാൻ. ഇപ്പം നമ്മളൊരു പുറത്ത് പോയി നോക്കുകയാണെങ്കിലും ഫ്രണ്ട്സ് എല്ലാവരും റൗണ്ട് ചെയ്ത് ഇരിക്കുന്നുണ്ടാവും, പക്ഷെ എല്ലാവരുടെ കയ്യിലും ഒരു മൊബൈൽ ഉണ്ടാവും. അവിടെ സംസാരത്തിലൂടെയുള്ള കമ്മ്യൂണിക്കേഷൻ അല്ല നടക്കുന്നത്. എല്ലാവരും ഇങ്ങനെ ഫിസിക്കലി കാണാം എല്ലാവരും കൂടിയിരിക്കുന്നുണ്ടെന്ന്, മെന്റലി അവരൊക്കെ സെപ്പറേറ്റഡ് ആണ്. അപ്പം അങ്ങനെയാകുമ്പോൾ ബന്ധങ്ങൾ വളരെ വീക്കായിട്ട് മാറും. നമുക്ക് തുറന്നു പറച്ചിലുകൾ അവിടെ കുറയും, തമാശകളും കളികളും കുറയും. ഇതെല്ലാം തമാശയും കളിയും ചിരിയും അടികൂടലും കളിയും എല്ലാം നമ്മുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അത് എത്ര പ്രായമായി കഴിഞ്ഞാലും സമപ്രായക്കാരോടുള്ള ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ലൈഫ് പൂർണ്ണമാവുകയുള്ളൂ. അല്ലാതെ ഒരു മൊബൈലും നമ്മളും നമ്മുടെ വീട്ടുകാരും മാത്രമായ ലൈഫ് പൂർണ്ണമാവില്ല. ഒരിക്കലും അതൊരു സന്തോഷകരമായ ലൈഫാണെന്ന് നമുക്ക് പറയാനും പറ്റില്ല. അപ്പോൾ നമ്മുടെ ലൈഫിലുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ നമ്മൾ നന്നായി എൻജോയ് ചെയ്തുകൊണ്ട് അവിടെ മൊബൈൽ ഫോണിൽ മാത്രം അടങ്ങിയിരിക്കാതെ, അല്ലെങ്കിൽ അതിനെ മാതൃകയാക്കി അതിനനുസരിച്ച് ജീവിക്കാനായാൽ നമ്മൾ സോഷ്യൽ മീഡിയ നമുക്കൊരിക്കലും ദോഷം ചെയ്യില്ല. സോഷ്യൽ മീഡിയ ദോഷവുമല്ല, അതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ മാത്രം എടുത്തുകൊണ്ട് നമ്മുടെ ലൈഫ് സന്തോഷകരമായി മുന്നോട്ട് പോകാൻ എല്ലാവർക്കും കഴിയട്ടെ. നന്ദി, നമസ്കാരം.